ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്, ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ. ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് അല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് പറയണത്. 6 അഡ്വാൻറ്റേജസ് ആണ് പറയണത് കേട്ടോ. ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, ഫ്ലോ ഓഫ് ടെക്നോളജി, ഇൻക്രീസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലോ കോസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെ 6 പോയിൻറ്റ്സ് ആണ് എൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയണത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആണ് കേട്ടോ. ഗ്ലോബലൈസേഷൻ ഹെൽപ്സ് ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഫ്രം വൺ കൺട്രി ടു അനദർ. It helps the investor to get a fair interest rate or dividend and the global companies to acquire finance at lower cost of capital. Further, globalization increases capital flows from surplus countries to the needy countries, which in turn increases global investment. Businesses and investors get much wider opportunities for investment. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് ക്യാപിറ്റൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോ ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഫെയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടും. ഗ്ലോബൽ കമ്പനീസ് ആണ് ലോവർ കോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിനാൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും, കമ്പനീസ് ഗ്ലോബൽ ആയതുകൊണ്ട്. അതുകൂടാതെ ഗ്ലോബലൈസേഷൻ ക്യാപിറ്റൽ ഫ്ലോ സർപ്ലസ് കൺട്രിയിൽ നിന്ന് അത് ആവശ്യമുള്ള രാജ്യങ്ങളിലേക്ക് ക്യാപിറ്റൽ എത്തിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അതും ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാരായാലും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തിലൂടെ ഉണ്ടാക്കേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഏത് രാജ്യത്ത് വേണമെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യും, ഏത് പ്രൊജക്റ്റിലും ഏത് ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുവഴി ക്യാപിറ്റൽ എന്താണ്, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഫ്ലോ ഓഫ് ടെക്നോളജിയാണ് പറയണത്. ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ദ ഫ്ലോ ഓഫ് ടെക്നോളജി ഫ്രം അഡ്വാൻസ്ഡ് കൺട്രീസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ് ടു ബൂസ്റ്റ് അപ്പ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദീസ് കൺട്രീസ്. ദെൻ ഗ്ലോബലൈസേഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറയണത്, അഡ്വാൻസ്ഡ് കൺട്രീസിന് ഡെവലപ്പിംഗ് കൺട്രീസാക്കി മാറ്റുന്ന തരത്തിൽ, അത് വ്യവസായവൽക്കരണത്തിലൂടെ, രാജ്യങ്ങൾ കൂടുതൽ വ്യവസായങ്ങൾ വരുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നോളജിയും ഗ്ലോബലൈസ്ഡ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോ ആക്കാൻ സാധിക്കുന്നുണ്ട്. ദിസ് അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് ഗ്ലോബൽ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇന്ന് ലോകത്തെല്ലായിടത്തും വ്യവസായവൽക്കരണം വരുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യവസായങ്ങളില്ലാത്തോട് തുടങ്ങുമ്പോൾ അവർക്ക് ആവശ്യ ടെക്നോളജികൾ അതുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും, എത്തിച്ചു കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ ടെക്നോളജി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂന്നാമത് പറയണത് ഇൻക്രീസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ആണ് കേട്ടോ പറയണത്. Globalization of production leads to spread of manufacturing facilities in countries worldwide. Companies take advantage of the locational and various favorable production factors. Companies are able to procure input goods and services required at most competitive prices. Balanced development of world economies is facilitated through this. then പ്രൊഡക്ഷനും ഗ്ലോബലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്ലോബൽ സോഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഷെയറിങ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഗ്ലോബൽ സോഴ്സ് എന്താണെന്നും. ഗ്ലോബൽ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം രാജ്യത്തിൽ എവിടെയാണ് റോ മെറ്റീരിയൽ അവർക്ക് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള അവിടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് കമ്പനികൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതാണ് ഗ്ലോബൽ സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാൻ പ്രൊഡക്ഷനും ഗ്ലോബലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്പനികൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് നോക്കും. മറ്റ് പ്രൊഡക്ഷൻ ഫാക്ടറിനെ സഹായിക്കുന്ന ഫേവറബിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യണത്, കമ്പനികൾ മാനുഫാക്ചറിങ് കമ്പനികൾ സെറ്റ് ചെയ്യണത്. കമ്പനീസ് ആർ ഏബിൾ ടു പ്രൊക്യൂർ ഇൻപുട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് റിക്വേർഡ് അറ്റ് മോസ്റ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസസ്. കമ്പനീസ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആവശ്യമായ ഇൻപുട്ടുകളൊക്കെ എന്തിനുള്ള കോസ്റ്റ് ലെസ്സർ കോസ്റ്റിന് അവൈലബിൾ ആവും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വേൾഡ് ഇക്കണോമീസ്. ലോകത്തിൻ്റെ ഇക്കണോമി സാമ്പത്തിക അവസ്ഥ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാൻ എല്ലാ രാജ്യത്തും ഒരേ രീതിയിലായിരിക്കും സാമ്പത്തിക അവസ്ഥ, അത്തരത്തിലേക്ക് ആക്കുന്നതിന് സാധിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യേണ്ടത്, ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ പറയണത് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് കേട്ടോ. ഇൻക്രീസ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ ഗ്ലോബ് ലീഡ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. എന്താണ്, ഇൻഡസ്ട്രീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തും ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും. ഗ്ലോബലായിട്ട് നടക്കുമ്പോൾ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദിസ് വിൽ റിസൾട്ട് ഇൻ ബാലൻസ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്നാലും ഒരു ബാലൻസ് ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് വ്യവസായവൽക്കരണം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ രണ്ടും എന്താണ് ഒരു ബാലൻസ് ചെയ്ത് പോകും. പ്രൊഡക്ഷനും ഉണ്ട്, വ്യവസായങ്ങളുണ്ട്, പുതിയ പ്രൊഡക്റ്റുകളുണ്ട്. Thus, people get increased income which enhances the level of consumption and standard of living.
അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടും, അതുവഴി അവരുടെ ജീവിത നിലവാരം ഉയരും. അപ്പോൾ കൺസംഷനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി പുതിയ പുതിയ വ്യവസായങ്ങൾ വരുമ്പോൾ അതിലൊക്കെ തൊഴിലവസരങ്ങൾ വരാനിട്ടാ. ആ തൊഴിലവസരങ്ങൾ വരുമ്പോൾ എന്താണ്, ഒരുപാട് പേർക്ക് ജോലി കിട്ടും, ആ ജോലിയുടെ വരുമാനം ഉണ്ട്, വരുമാനത്തിലൂടെയാണ് അവരെന്ത് ചെയ്യണത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണത്. അഞ്ചാമത്തെ പറഞ്ഞത് ലോ കോസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. ഇന്ത്യൻ കൺസ്യൂമേഴ്സ് ഹാവ് ഓൾറെഡി ബീൻ ഗെറ്റിംഗ് ദ പ്രൊഡക്ട്സ് ഓഫ് ഹൈ ക്വാളിറ്റി അറ്റ് ലോവർ പ്രൈസസ്. എന്നാൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ലോവർ പ്രൈസിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണത്, കൂടുതൽ വ്യവസായങ്ങളുണ്ട്, ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്, കൺസംഷൻ ലെവലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺസംഷൻ കൂടുന്നതനുസരിച്ചിട്ട് പ്രൊഡക്റ്റുകൾ ഹൈ ക്വാളിറ്റി ലോവർ പ്രൈസിന് അവൈലബിൾ ആക്കുന്നതിനും സാധിക്കുന്നു. എന്തുകൊണ്ടൊരു ഗ്ലോബലൈസേഷൻ കേട്ടോ വന്നതോടുകൂടി. അപ്പോൾ എന്താണ്, ലോ കോസ്റ്റിന് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുന്നതിന് ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ആറാമത്തെ പറയുന്നത്. ഗ്ലോബലൈസേഷൻ റിസൾട്ട്സ് ഇൻ ഷിഫ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ടു ലോ വേജ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഗ്ലോബലൈസേഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയണത്, മാനുഫാക്ചറിങ് ഫാക്ടേഴ്സ് ഫെസിലിറ്റീസ് ഡെവലപ്പിംഗ് കൺട്രീസ് ലോ വേജ് റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഷിഫ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ടു ലോ വേജ് ഡെവലപ്പിംഗ് കൺട്രീസ്. ആ സച്ച് റെഡ്യൂസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ അഡ്വാൻസ്ഡ് കൺട്രീസ്. ഇതെന്തിന് കാരണമാവും, അഡ്വാൻസ്ഡ് കൺട്രീസിൽ തൊഴിലില്ലായ്മയ്ക്കും ആൾട്ടർനേറ്റീവ് ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പിംഗ് കൺട്രീസ്. എന്താണ്, ഡെവലപ്പിംഗ് ആയ കൺട്രീസിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് കൂടുമ്പോൾ എന്താണ്, അഡ്വാൻസ്ഡ് കൺട്രീസിലാകുമ്പോൾ കൂടുതൽ വ്യവസായശാല വരുമ്പോൾ എന്താണ്, കുറഞ്ഞ വേജ് കൊടുക്കുകയുള്ളൂ അല്ലേ. വേതനം കുറയുമ്പോൾ, സാലറി കുറയുമ്പോൾ പരമാവധി എന്ത് ചെയ്യും, അവിടെയുള്ള ആൾക്കാർ വേറെ എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ പോകും. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും എന്ത് ചെയ്യണം, അത്തരത്തിൽ നല്ല സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവരേക്ക് അഡ്വാൻസ്ഡ് കൺട്രീസിനേക്കാൾ കൂടുതൽ വേജസ് ആണ് കിട്ടണമെങ്കിൽ അവരെവിടേക്ക് വരും, ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് വരും. അപ്പോൾ അത്തരത്തിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കുന്നതിനും ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 6 പോയിൻറ്റ്സാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയണത് കേട്ടോ. Businesses get access to much wider markets. They will have greater flexibility to operate across borders. The increased integration of markets, goods and financial, the mobility of people with transnational travel for jobs and vacations, and the global reach of satellite channels, the internet and the telephone all have virtually transformed the world into a global village. ബിസിനസ് എന്താണ്, ഒരുപാട് മാർക്കറ്റ്സ്, വൈഡർ മാർക്കറ്റ്സ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്. എക്രോസ് ബോർഡേഴ്സ് ആണ് പറയണത്. രാജ്യത്തിൻ്റെ അതിർത്തിയുമില്ലാത്തവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റുകൾ ഇൻ്റഗ്രേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഗുഡ്സ് ആയാലും ഫിനാൻഷ്യൽ ആയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്, ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ട്, ജോബിന് വേണ്ടിയോ അല്ലെങ്കിൽ വെക്കേഷൻ ആസ്വദിക്കുന്നതിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യാം, ട്രാൻസ്നാഷണൽ ഉണ്ട്, രാജ്യങ്ങൾ തമ്മിൽ യാതൊരു ബാരിയേഴ്സും ഇല്ലാതെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്, എല്ലായിടത്തും സാറ്റലൈറ്റ് ചാനൽസ് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റ്, ടെലിഫോൺ എല്ലാ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മൾക്കത് കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വേൾഡിനെ എന്തായിട്ടും അതിനെ ഗ്ലോബൽ വില്ലേജ് ആക്കി മാറ്റുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യേണ്ടത്, ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജ്യത്തല്ല ലോകത്തെ തന്നെ ഒറ്റ മാർക്കറ്റ്, ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.